ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സസൈസ് 1.1 ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കോംപ്ലക്സ് ആണ്, പക്ഷെ ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. എന്താണ് ചോദ്യം എന്നറിയോ? എക്സ്പ്ലെയിൻ വൈ. കീവേഡ്സ് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യുക. എക്സ്പ്ലെയിൻ വൈ, ഈ നമ്പർ ഒരു കീവേഡ് ആണ്. 7 into 11 into 13 plus 13 and 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 are composite numbers. ഈ നമ്പർ കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ അറിയോ? കോമ്പോസിറ്റ് നമ്പർ എന്താ നോക്കാം. ഇപ്പോൾ 4 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, അതിന് നമുക്ക് 2 into 2 എന്ന് എഴുതാം. 10 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, അതിന് നമുക്ക് 2 into 5 എന്ന് എഴുതാം. ഓക്കെ, 20 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, അതിന് നമുക്ക് 2 into 5 എന്ന് എഴുതാം. കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ അതിനെ ആ നമ്പർ അല്ലാത്ത വേറെയും ഫാക്ടേഴ്സ് അതിലുണ്ടാവും. ഓക്കെ, അതേസമയം പ്രൈം നമ്പർ ആണെങ്കിലോ, പ്രൈം നമ്പർ 11 ഒരു പ്രൈം നമ്പർ ആണ്, 11 നമുക്ക് 11 into 1 മാത്രമേ എഴുതാൻ പറ്റൂ. ഓക്കെ, കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ആ നമ്പർ അല്ലാത്ത വേറെയും ഫാക്ടേഴ്സ് അതിലുണ്ടാവും. ആ നമ്പറും 1ഉം അല്ലാത്ത വേറെയും ഫാക്ടേഴ്സ് ഉണ്ടാവും. കാണുന്നില്ലേ ഇതിലൊക്കെ വേറെ ഫാക്ടേഴ്സ്? അപ്പൊ ഇത് കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയാന്ന് വിചാരിച്ചു. ആ 13 അവിടെ ഇല്ല. 7 into 11 into 13 ഈസ് ഇറ്റ് എ കോമ്പോസിറ്റ് നമ്പർ? ഡെഫിനറ്റ്ലി യെസ്. എന്തുകൊണ്ടാ? ഇതിൽ വേറെയും കുറെ നമ്പേഴ്സ് ഉണ്ട് അല്ലെ, വേറെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ആ നമ്പർ അല്ലാത്ത. അപ്പൊ ഇതെന്തായാലും എന്താണ് കോമ്പോസിറ്റ് നമ്പർ ആവുമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു +13 ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് മാത്രം ചെക്ക് ചെയ്യണം. ഇവിടെ അതന്നെ കേസ്, ഈ +5 വന്നുകൊണ്ട് മാത്രം കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈ 5 അവിടെ ഇല്ലെങ്കിൽ 100% എന്തായിരുന്നു? കോമ്പോസിറ്റ് ആയിരുന്നു. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്തൂടെ? അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ട് എടുക്കാം. ആൻസർ എഴുതാൻ പോവാണേ. 7 into 11 into 13 plus 13 is equal to, ഇവിടെ നമ്മൾ നോക്കിക്കോ, ഇവിടെ രണ്ടിൽ കോമൺ ആയിട്ട് ആരുണ്ട്? 13 ഉണ്ട് അല്ലെ, കോമൺ ആയിട്ട്. ആ 13 നമുക്ക് അങ്ങോട്ട് പുറത്തെടുക്കാം. 13 into ഇവിടെ ബാക്കി ആരല്ലേ? 7 into 11. ഇവിടെ ബാക്കി ആരാ ഉള്ളത്? പ്ലസ് ഈ 13 വരും 1 അല്ലെ. അതായത് 7 into 11 into 13 ഒരു 13 പുറത്തെടുത്തു, 13 എന്ത് ചെയ്തു? ഒരു 13 പുറത്തെടുത്തു. ആ 1 ആണ് ബാക്കിയുണ്ട്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈക്വൽ ടു 13 into 7 into 11 എത്രയാ? 77. 77 plus 1 equal to 78. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് എഴുതാം? 13 into 78 പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ജസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ. 78 2 എത്രയാണ്? 39 അല്ലേ, 39 പ്രാവശ്യം പോകും. പിന്നെ നമുക്ക് എത്ര എടുക്കാം? 3 എടുക്കാം. 3 എന്ന് പറയുമ്പോൾ 39 13 പ്രാവശ്യം, 13 എടുക്കാം ഒറ്റ പ്രാവശ്യം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 into 3 into 13 കിട്ടി അല്ലെ, ഇസ് ഈക്വൽ ടു 13 into 2 into 3 into 13 എന്ന് കിട്ടി. ഇസ് ഈക്വൽ ടു ഈ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര കിട്ടുക? 13 into 26 into 3 into 78. 78 into 13 equal to 78 into 13 is equal to 3 8 24 23 1014 കിട്ടും അല്ലെ, 1014. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പോ ഈ നമ്പർ ഇതൊരു പ്രൈം നമ്പർ ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് ആകെ എങ്ങനെ കിട്ടാന്നറിയോ? 1014 into 1 അത്രയേ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് എത്ര ഉണ്ട്? ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് 100% ആരാണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് താഴെ എന്ത് എഴുതാം? സിൻസ് എന്താണ്? ഇറ്റ് ഹാസ് ഫാക്ടർ അതർ ദാൻ 1 and itself. It has factor other than 1 and the number itself.
അതായത് ഇതിന് ആരുണ്ട്, ഈ നമ്പറും വണ്ണും അല്ലാണ്ട് വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഒരു വണ്ണ് കൊടുക്കാം കേട്ടോ, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. ഈ നമ്പറിന് ഈ നമ്പറും വണ്ണും അല്ലാത്ത വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതാരാണ്, ഇത് 100% ആരാണ്, നമ്മുടെ കോമ്പോസിറ്റ് നമ്പർ ആണ്. ദസ് ഇവിടെ തന്നെ അതല്ലേ, ദസ് നമ്പർ ഏതാണ്, 7 into 11 into 13 plus 13 is a composite number. Okay, composite number. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തൂടെ? അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആരാണ്, 7 into രണ്ടാമത്തെ പാർട്ട് തന്നെ. ഓക്കെ, ഇത് ഒന്നാമത്തെ പാർട്ട്. 7 into 6 into 6 into 5 into 4 into 3 into 2 into 1 plus 5. ഇവിടെ ഒരു 5 ആണ് താരം. ഓക്കെ, രണ്ടിലും ആരുണ്ട്, 5 ഉണ്ട്. അപ്പൊ നമുക്ക് ആരെ പുറത്തെടുക്കാം, കണ്ടില്ലേ, രണ്ടിലും 5 ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ 5 നമുക്ക് ഇങ്ങോട്ട് പുറത്തെടുത്തൂടെ? എന്നിട്ട് എന്ത് ചെയ്താം, 5 into 7 into 6 into 4 into 3 into 2 into 1. ഇവിടുത്തെ 5 അവിടെ പോയി, ആ 5നെ നമ്മൾ പുറത്തെടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, പ്ലസ് ഈ 5നെ ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി അവര് ആരാ ഉണ്ടാവും, അവിടെ 1 ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 into എത്രയാണ്, 7 into 6 equal to 42. 42 into 4 equal to 168. 168 into 3 into 6 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക അറിയോ, 1008 കിട്ടും. 1008. ഇവിടെ ഒരു 1 കൂടി ഉണ്ട്, പ്ലസ് 1. അപ്പൊ നമുക്ക് എത്ര കിട്ടും, അടുത്ത ആൻസർ 5 into 1009 അല്ലേ, 5 into 1009. 5 into 1009. 5 into 1009 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5045. 5045. അപ്പൊ ഈ 5045 എന്ന് പറയുന്ന നമ്പറിന് 5045ഉം 1ഉം അല്ലാതെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഇതൊരു ഫാക്ടറാണ്, ഇത് മറ്റൊരു ഫാക്ടറാണ്. അപ്പൊ ആ നമ്പറിന് 1ഉം ആ നമ്പർ അല്ലാത്ത വേറെയും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ 100% ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹം കോമ്പോസിറ്റ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതി കൊടുക്കാം. ഇറ്റ് ഹാസ് factors other than 1 and the number itself. നമ്പർ മേലുണ്ട്, അതുപോലെ തന്നെ എഴുതിയാൽ മതി, itself. Thus ആരാണ്, 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 is a composite number. Okay, കോമ്പോസിറ്റ് നമ്പർ. മനസ്സിലായില്ലേ, സിമ്പിൾ ആണ്. എന്താണ്, ഇതിൽ കോമൺ ആയിട്ടുള്ള നമ്പറിനെ അങ്ങോട്ട് പുറത്തെടുത്തു, എന്നിട്ട് അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതി. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടി. ഈ ആൻസറിൽ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, ഈ നമ്പർ 1 അല്ലാണ്ട്. അപ്പൊ 100% ആരാണ്, കോമ്പോസിറ്റ് നമ്പർ ആണ്. മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോവാം.